ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. നമുക്ക് 4 കുട്ടികളുണ്ട്. അതിൽ രണ്ടാമത്തവൻ ഹിഷാം പൊതുവെ പഠനത്തിൽ കുറച്ച് സ്ലോ ആണ്. അപ്പം ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഓൻ്റെ ഉമ്മയും ഓനും തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ടാവും. ഹിഷാം പിന്നെ ഞാനിത് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അപ്പോൾ അങ്ങനെ ഹിഷാം ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓന് അറിയണവും കൂടി മറന്നു പോകും. അപ്പോൾ പിന്നെ ഓള് ഇതാക്കും, ഞാൻ എനിക്ക് കുറച്ച് മുമ്പ് പഠിപ്പിച്ചു തന്നല്ലേ ഇത് എന്ന് പറയും. അപ്പം ഓൻ പിന്നെ പറയും ഞാൻ നാളെ സ്കൂളിൽ പോകണില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ കഴുത്തൊക്കെ ഇങ്ങനെ വീർപ്പിക്കുവാൻ അങ്ങനെ ഉണ്ടല്ലോ ഒരു അപ്പോൾ അവന് പഠനത്തോടും പഠനമെന്ന പ്രോസസ്സിനോടും ഒരു ഇഷ്ടക്കേടും വെറുപ്പും സങ്കടവും അവനെന്ന വ്യക്തിയോട് ഒരു എന്താണ് പറയുക ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ഇവിടെ പോനെ ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നു, പഠനത്തിൽ കുറച്ച് മോശമാണ്. പിന്നെ ഭാര്യയ്ക്ക് അവനെങ്ങനെങ്കിലും പഠിച്ച് ഉഷാറായി മിടുക്കനായി തീരണമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഭാര്യയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഭാര്യ അവളോട് കഴിയുന്ന അത്ര ശരിക്കും പരിശ്രമിക്കുകയാണ് ഹിഷാമിനെ എങ്ങനെയും പഠിപ്പിച്ച് മിടുക്കനാക്കാൻ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞടി, നീ ഉമ്മയാണ്, ഞാൻ ഉപ്പയാണ്, നമ്മൾ രണ്ടാളും കുട്ടികളെ പഠിപ്പിക്കണ്ട. നമുക്ക് ഓലെ മോട്ടിവേറ്റ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക, ഓല് പറയുന്നത് കേൾക്കുക, ഓല് പഠിച്ചത് കേൾക്കുക, ഓൽക്ക് ഇവാലുവേഷനൊക്കെ ചെയ്ത് മാർക്ക് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, പുറത്ത് തട്ടുക, കെട്ടിപ്പിടിക്കുക, അതൊക്കെ ചെയ്യുക. പക്ഷെ ഓലെ പഠിപ്പിക്കുന്ന പ്രോസസ്സില്ലേ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് അധികാരമുള്ള കുട്ടിയാണല്ലോ. നമ്മൾ ഒരു വട്ടം പറയും, രണ്ടെട്ടം പറയും, മൂന്നാമത്തെ വട്ടം ഒന്നെങ്കിൽ നുള്ളൂ, അല്ലെങ്കിൽ അടിക്കും, അങ്ങനെ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കും. അപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടീൻ്റെ കോൺഫിഡൻസ് പോകും. അപ്പോൾ ശരിക്കും അങ്ങനെ ഓരോ ഹിഷാമ്മമാർ എല്ലാ വീട്ടിലും ഉണ്ടാവും. എല്ലാ വീട്ടിലും ഓരോ ഹിഷാമ്മമാരുണ്ടാവും. പാവം സ്കൂളിട്ട് വന്നിട്ട് എന്നും ഉമ്മയുടെ എന്താണ് പറയുക നിഷ്കളങ്കമായ ചീത്ത കേൾക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഷൗട്ടിങ് കേൾക്കുന്ന ഹിഷാമ്മമാരുണ്ടാവും. അവർക്ക് നല്ലത് ഒന്നെങ്കിൽ നമുക്ക് ട്യൂഷനോ അല്ലെങ്കിൽ ഒരു ടീച്ചറെയോ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അവർ സ്വയം പഠിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷേ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ അധികാരപരിധിയിലുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് അവരോട് ഷൗട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലും അവരുടെ ആത്മവിശ്വാസം തകർത്ത് ഇപ്പോൾ ഉള്ള കഴിവും കൂടി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങളെ വീട്ടിലുള്ള അങ്ങനത്തെ ഒരു ഹിഷാം